എല്ലാ തലവേദനയും അവഗണിക്കേണ്ടതാണോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും തലവേദനകൾ എല്ലാവർക്കും തന്നെ വരാറുണ്ട്. പല സമയത്തും നമ്മൾ തലവേദന വരുമ്പോൾ എന്തെങ്കിലും വേദന സംഹാരികൾ കഴിച്ച് തലവേദന നമ്മൾ അവഗണിച്ച് വിടുകയാണ് ചെയ്യുന്നത്. തലവേദന നമ്മൾ വിചാരിക്കുന്ന തലവേദന ചിലപ്പോൾ എന്തെങ്കിലും സൈനസൈറ്റിസ് ഇൻഫെക്ഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈറൽ ഫീവറിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് അലർജിക് റൈനൈറ്റിസ് അലർജി കാരണം ഉണ്ടാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൂക്കടപ്പ് അത് കാരണമുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ തലവേദന എപ്പോഴാണ് അപകടകാരിയാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് തലവേദനയോട് കൂടി നല്ല പനി വരിക, പനി, ഛർദി അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് ഒരുപക്ഷെ തലയിൽ മെനിഞ്ചൈറ്റിസ്, എൻകെഫലൈറ്റിസ് എന്നുള്ള രോഗങ്ങൾ കൂടി ആകാം. അതേപോലെ തന്നെ തലവേദനയോട് കൂടി നമുക്ക് എന്തെങ്കിലും ഫിക്സ് പോലെ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിന് വീക്ക്നെസ് വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ തലവേദന അപകടകാരിയാകുന്നതാണ്. പിന്നെ തലവേദന എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പം റീസെന്റ് ആയിട്ട് എപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും വീണിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറിന്റെ എന്തെങ്കിലും നമുക്ക് ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും തലവേദന എന്ന് പറയുമ്പോൾ ആ തലയിൽ എന്തെങ്കിലും ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്ട്രോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി തലവേദനയായിട്ട് വരാവുന്നതാണ്. അപ്പോൾ തലവേദന വരുമ്പോൾ നമ്മൾ എപ്പോഴും ടാബ്ലറ്റ്സ് കഴിച്ച് അത് നിസ്സാരവൽക്കരിച്ച് കളയാതെ ഇങ്ങനെയുള്ള നമുക്ക് വേദന സംഹാരി കഴിച്ചതിന് ശേഷം തലവേദന വിട്ടു മാറുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ തന്നെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത അസഹനീയമായിട്ടുള്ള തലവേദനയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തലയിൽ ഒരു സബ് ഹെമറേജ് എന്ന് പറയും, നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലീഡ് തലയിൽ വന്നിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്.